ഹായ് ഫ്രണ്ട്സ്, ഹെയർ ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട ഒരു തുടർ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 32 ദിവസമാണ് ഇപ്പോൾ ആയിട്ടുള്ളത്. ഈ 32 ദിവസത്തിനുള്ളിൽ ഞാൻ രണ്ടാമത്തെ PRP സെക്ഷൻ കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. PRP സെക്ഷൻ ചെയ്യുന്നത് 3 ആഴ്ച ഇടപെട്ടാണ് നമ്മൾ PRP സെക്ഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഹെയർ ഷെഡിങ് നടക്കുന്ന ഒരു ഫേസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് ഈ 2 ആഴ്ച കഴിഞ്ഞാൽ, അതായത് ഒരു 15 ദിവസം കഴിഞ്ഞാലാണ് നമ്മുടെ ഹെയർ ഷെഡിങ് ആരംഭിക്കും. നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതിന് ശേഷം 15 ദിവസം മുതൽ നമ്മുടെ ഹെയർ അതായത് നമ്മുടെ മുടി കുറച്ച് പൊഴിഞ്ഞു പോകും. ആ ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്റെ തല നോക്കിയാൽ കൊണ്ട് മനസ്സിലാവും, ഈ ഭാഗത്തൊന്നും അതായത് ഉണ്ടായിരുന്ന ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടി പൂർണ്ണമായിട്ടും പോയിട്ടില്ല. ഒരു 90% ഈ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനിയും ഒരു 10% ആണ് നമുക്ക് ഇനിയും ഷെഡിങ് ആവാനെ കൊണ്ട് ബാക്കിയുള്ളത്. ഈ ഹെയർ മുഴുവനായിട്ടും പോയതിനു ശേഷമായിരിക്കും നമുക്ക് മുഴുവനായിട്ടും ഹെയർ ഉണ്ടാവുക. സാധാരണ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആളുകൾ ഈ ഒരു ഫേസ്, അതായത് ഈ 1 മാസം മുതൽ 3 മാസം വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ ഈ വീഡിയോ ചെയ്യാറില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ കൊണ്ട് നമ്മുടെ ഈ ഹെയർ ഫാൾ നടക്കുന്ന, അതായത് മുടി പൊഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ആളുകൾ കൂടുതൽ നിരാശയിലായിരിക്കും. നമ്മൾ ചെയ്ത ആ കാശ് നമുക്ക് നഷ്ടപ്പെട്ടോ എന്നൊക്കെ തോന്നുന്ന ഒരു ടൈം പീരീഡാണിത്. ഞാൻ എൻ്റെ ഡോക്ടറെ ആദ്യമായിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ തന്നെ ഡോക്ടർ കൃത്യമായിട്ട് എനിക്ക് വിവരിച്ചു തന്നിരുന്നു ഓരോ ഫേസും എങ്ങനെയാണ്. അത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് എത്ര നാളാകുമ്പോൾ ഹെയർ ഷെഡിങ് ആരംഭിക്കും, അത് കഴിഞ്ഞ് എത്ര നാൾ കഴിയുമ്പോഴാണ് ഹെയറും അതായത് പുതിയ മുടികൾ കിളിർത്ത് വരിക, അതായത് മുടി ഫുള്ളായിട്ട് സെറ്റ് ആവാൻ കൊണ്ട് എത്ര സമയമെടുക്കും എന്നതിനെ സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് എന്നെ ഡോക്ടർ പറഞ്ഞു തന്നിരുന്നു. അതനുസരിച്ച് അതായത് ഒരു 3 മാസത്തിന് ശേഷമായിരിക്കും നമുക്ക് നല്ല രീതിയിൽ നല്ല ഗ്രോത്തോടുകൂടി ഹെയർക്കിൾ അതായത് പുതുതായിട്ട് വന്നു തുടങ്ങുക. അതായത് ഫുള്ളായിട്ടൊന്ന് സെറ്റായിട്ട് നമുക്ക് ഹെയർ കാണാൻ ആകണമെങ്കിൽ ഒരു 5 to 6 മാസം സമയമെടുക്കും. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എൻ്റെ വീഡിയോസ് കാണിച്ചിരുന്നല്ലോ, തല കാണിച്ചില്ല. അതായത് ഈ ഭാഗത്ത് ഇതാണ്, ഈ സൂം ചെയ്ത് നിങ്ങൾക്ക് ഈ ഭാഗം കണ്ടാൽ തന്നെ മനസ്സിലാവും, ഈ ഭാഗത്തൊന്നും ഇപ്പോൾ ഹെയർ ഇല്ല. അതായത് ചെറിയ കുറ്റി മുടികൾ മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. ഈ ബാക്ക് ഭാഗത്തായ ഈ ക്രൗൺ ഏരിയയിലൊക്കെ ആണെങ്കിലും ചെറിയ കുറ്റി മുടികൾ മാത്രമേ ഇപ്പോൾ കാണാനുള്ളൂ. ഈ മുടികൾ ഇനിയും വളർന്നു വരുന്നതാണ് നമുക്ക് ഫുള്ളായിട്ടുള്ള ഒരു റിസൾട്ട് കാണിക്കുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ കൊണ്ട് നമ്മൾ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതിന് ശേഷം ഈ ഉണ്ടാകുന്ന ഡാൻഡ്രഫാണ്. നല്ല രീതിയിലുള്ള ഡാൻഡ്രഫ്, അതായത് നമ്മൾ ഈ വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കുന്നത് കൊണ്ടാണോ എന്തോ എന്നെനിക്കറിയില്ല, നല്ല രീതിയിലുള്ള ഒരു ഡാൻഡ്രഫ് എൻ്റെ തലയിൽ കാണാനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഈ ബേബി ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് ഞാൻ എല്ലാ ദിവസവും തല കഴുകാറുള്ളത്. എല്ലാ ദിവസവും അത്തരത്തിൽ ചെയ്തെങ്കിൽ മാത്രമേ ഇപ്പോൾ ഈ ഡാൻഡ്രഫ് പൂർണ്ണമായിട്ടും മാറുന്നുള്ളൂ. പൂർണ്ണമായിട്ടും മാറുന്നു എന്ന് തന്നെ പറയാൻ പറ്റില്ല. ഈ മറ്റൊരു ഷാമ്പു നമുക്ക് ഉപയോഗിക്കാറുണ്ടോ, മറ്റ് ഷാമ്പുവോ ഓയിലോ ഒന്നും ഇപ്പോൾ ഈ പറയുന്ന ഈ സമയത്ത് നമുക്ക് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ സാധിക്കില്ല. അതായത് ഈ 6 മാസത്തേക്ക് ഒരു വിധത്തിലുള്ള ഓയിലോ ക്രീമോ മറ്റ് ഷാമ്പൂസോ ഒന്നും തന്നെ നമുക്ക് ഉപയോഗിക്കാനും കൊണ്ട് സാധിക്കില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമുക്ക് ലഭിക്കുന്ന ഈ ഷാമ്പു മാത്രമാണ് ഇതിന് ഉപയോഗിക്കാനും കൊണ്ട് സാധിക്കുന്നത്.